പുഷ്പമേള തെക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തൽ ഗാർഡൻസും ചേർന്നിരിക്കുന്ന തെക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ എല്ലാരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. തേക്കടി പെരിയാർ ടൈഗർ റിസർവിന്റെ ആനവച്ചാൽ മേഖലയിൽ നടക്കുന്ന സർവേ ജോലികൾ വിലയിരുത്തുന്നതിനായി ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച 2 അംഗ സമിതി 28-ന് തേക്കടിയിലെത്തും. മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലത്താണോ പാർക്കിംഗ് ഗ്രൗണ്ടിനായുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനായാണ് സർവേ. ഗ്രാമീണതയിൽ നിന്നും നഗരവൽക്കരണത്തിലേക്ക് ചുവട് മാറ്റുന്ന കട്ടപ്പന പഞ്ചായത്തിന്റെ ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിലാണ് 2015-2016 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു. ഭവന സ്റ്റേഡിയ നിർമ്മാണ പദ്ധതികൾക്കും നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു. മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം ടൗണിന് സമീപം റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ അപകട കെണിയൊരുക്കുന്നു. റോഡിന് വീതി വർദ്ധിച്ചപ്പോൾ റോഡിലുണ്ടായ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. വിലക്കുറവ് മൂലം കർഷകർ നട്ടം തിരിയുമ്പോൾ പച്ചക്കറി ഉൽപാദകർക്ക് മികച്ച വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ കർഷക ഓപ്പൺ മാർക്കറ്റ് ശ്രദ്ധേയമാകുന്നു. ക്ഷീരകർഷകരുടെ മനസ്സ് കീഴടക്കുവാൻ മലയാളികളുടെ തൊഴുത്തിൽ അതിഥിയായി എത്തിയ ഗുജറാത്തുകാരി യുറു പശു കുമളിയിൽ കുഞ്ഞിന് ജന്മം നൽകി. 30 വയസ്സുവരെ ഉൽപാദന ശേഷിയുള്ള ഈ ഇനം പശുക്കളെ 2 മണിക്കൂർ കൂടുമ്പോൾ കറക്കാമെന്നതും അത്ഭുതാവഹമാണ്. വിശദമായ വാർത്തകളിലേക്ക്. തേക്കടി പെരിയാർ ടൈഗർ റിസർവിന്റെ ആനവച്ചാൽ ഭാഗത്ത് നടക്കുന്ന സർവേ ജോലികൾ വിലയിരുത്തുന്നതിനായി ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച 2 അംഗ സമിതി 28-ാം തീയതി തേക്കടിയിലെത്തും. മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലത്താണോ വനം വകുപ്പ് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിനായുള്ള സംവിധാനം ഒരുക്കുന്നതെന്ന് കണ്ടെത്തുന്നതിനായാണ് സർവേ നടക്കുക. തേക്കടി സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ പാർക്കിംഗ് വനമേഖലയ്ക്ക് പുറത്താക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പ് ആനവച്ചാൽ ചതുപ്പിൽ പാർക്കിംഗ് ഗ്രൗണ്ടിന് നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ സമരവുമായി രംഗത്തെത്തി. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലസംഭരണ മേഖലയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതെന്ന് കാണിച്ച് കുമളി സ്വദേശി ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിൽ പരാതി നൽകിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന് ജലനിരപ്പ് 152 അടിയേക്ക് ഉയർത്തിയാൽ ജലം സംഭരിക്കേണ്ട പാട്ടഭൂമിയിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുമെന്ന് കാണിച്ച് തമിഴ്നാട് സർക്കാർ ഈ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ഇതോടെ പെരിയാർ കടുവ സംഘത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. കേരളത്തിന്റെ വനഭൂമിയിലാണ് നിർമ്മാണം നടത്തുമെന്ന് വനം വകുപ്പ് വാദിച്ചതോടെ തർക്കസ്ഥലത്ത് സർവേ നടത്തി ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനായാണ് 2 അംഗ ഉന്നതാധികാര സമിതിയെ ഹരിത ട്രൈബ്യൂണൽ നിയോഗിച്ചത്. സർവേക്കായി കേരളവും തമിഴ്നാടും 14,60,000 രൂപയാണ് ഗ്രീൻ ട്രൈബ്യൂണൽ കെട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 16 മുതലാണ് 8 പേരടങ്ങുന്ന സംഘം ആനവച്ചാലിൽ സർവേ നടത്തുന്നത്. സർവേയുടെ പുരോഗതിയും ആനവച്ചാലുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കുന്നതിനായാണ് സംഘം എത്തുക. കേന്ദ്ര സർവേ വകുപ്പിലെ സ്വർണ സുബ്രാവു, വനം പരിസ്ഥിതി വകുപ്പിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് സോമശേഖരൻ എന്നിവരാണ് 28-ന് തേക്കടിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. ഗ്രാമീണതയിൽ നിന്നും നഗരവൽക്കരണത്തിലേക്ക് ചുവടുമാറ്റുന്ന കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിലാണ് 2015-2016 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് OJ മാത്യു പറഞ്ഞു. ഭവന സ്റ്റേഡിയം നിർമ്മാണ പദ്ധതികൾക്കും നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പോടെ നഗരസഭയായി മാറുന്ന കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് OJ മാത്യു പറഞ്ഞു. ജവഹർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 120 വീടുകൾ അടുത്ത സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ നിർമ്മിക്കും. ഇതിനായി 2,40,00,000 രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. കായിക കേരളത്തിന് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിച്ച കട്ടപ്പനയിൽ കായിക താരങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നേടുന്നതിനുള്ള സൌകര്യങ്ങൾ പരിമിതമാണ്. ഇത് പരിഹരിക്കുന്നതിനായി മികച്ച ഓപ്പൺ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, നീന്തൽ കുളങ്ങൾ എന്നിവ നിർമ്മിക്കും. കട്ടപ്പന ടൌണിനോട് ചേർന്ന് ഒരു പാർക്കും സജ്ജീകരിക്കാൻ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ലോ കോളേജിനായി സ്ഥലം വാങ്ങാൻ പണം മാറ്റിവെച്ചതാണ് എടുത്തു പറയാവുന്ന പദ്ധതി. ഇതുകൂടാതെ വാഴവര സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഒരുക്കുവാനും ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ആധുനിക സൌകര്യങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി വൈഫൈ സിറ്റി, മത്സ്യ മാർക്കറ്റ് നവീകരണം, അറവുശാല ആധുനികവൽക്കരണം എന്നിവയും ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്.
കട്ടപ്പന ടൗണിന്റെ സൗന്ദര്യവൽക്കരണത്തിനും ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി 1 കോടി രൂപയാണ് വക കൊള്ളിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി എല്ലാ വീടുകളിലും പൈപ്പ് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കും. കുടുംബശ്രീയുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു പറഞ്ഞു. സഹോദരി സഹോദരന്മാർക്ക് ആശ്വാസമേകുന്ന കട്ടപ്പന പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ജവഹർ പാർപ്പിട പദ്ധതിക്ക് ഈ ബഡ്ജറ്റിൽ 2 കോടി രൂപ 2,40 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 120 ഭവനം നിർമ്മിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ ദുർബല വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ 50 ലക്ഷം രൂപ മുടക്കി 250 വീടുകൾ നവീകരിക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പുളിയമ്മലയിൽ SC വിഭാഗങ്ങൾക്കായി വാങ്ങിയിട്ടുള്ള സ്ഥലം ഈ വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുവാനും വീട് നിർമ്മിച്ചു നൽകുവാനും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ആൻസിമ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് മാലിൽ, അഡ്വക്കേറ്റ് മനോജ് M. തോമസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം ടൗണിന് സമീപം റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടക്കെണിയൊരുക്കുകയാണ്. റോഡിന് വീതി വർദ്ധിച്ചപ്പോൾ റോഡിലായി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. നെടുങ്കണ്ടം BEd കോളേജ് ജംഗ്ഷൻ മുതൽ കിഴക്കേക്കവല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചപ്പോഴാണ് വൈദ്യുത പോസ്റ്റുകളിൽ പലതും റോഡിനുള്ളിലായത്. കിഴക്കേക്കവല ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ദ്രവിച്ചു തുടങ്ങിയ തടി പോസ്റ്റ് മണ്ണ് മാറ്റിയതോടെ ഏതു നിമിഷവും നിലംപൊത്താമെന്ന അവസ്ഥയിലാണ്. 10ഓളം പോസ്റ്റുകളും ഒരു ട്രാൻസ്ഫോമറുമാണ് റോഡിലും റോഡരികിലുമായി അപകട സാധ്യത ഉയർത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ റോഡിൽ ഡിവൈഡറുകളും വഴിവിളക്കുകളും സ്ഥാപിക്കുവാൻ അധികൃതർ നടപടി ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡറുകളും വൈദ്യുതി വിളക്കുകാലുകളും സ്ഥാപിച്ചതോടെ വാഹനയാത്ര ദുരിതത്തിലായി. ഇത് വൻ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഒരു വാഹനം മാത്രം കടന്നുപോകാൻ ഇടയുള്ള ഭാഗത്തുകൂടി ആംബുലൻസുകൾ അടക്കമുള്ള ആവശ്യ സർവീസുകൾക്ക് പോലും വേഗത്തിൽ പോവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും റോഡിന്റെ വീതി താൽക്കാലികമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മികച്ച നിലവാരത്തിൽ നിലവിലുണ്ടായിരുന്ന റോഡ് ഗ്രാമീണ റോഡിന്റെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിൽ വീതി വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നും ആക്ഷേപമുണ്ട്. ഇത് തുടർന്നു വന്ന മഴയിൽ പല ഭാഗത്തും റോഡ് തകരുന്നതിനും ഇടയാക്കി. മുൻപ് വീതി വർദ്ധിപ്പിച്ചപ്പോൾ റോഡിലകപ്പെട്ട പോസ്റ്റുകൾ പോലും ഇതുവരെ നീക്കാൻ നടപടിയുണ്ടായിട്ടില്ല. പോസ്റ്റുകൾ നീക്കാൻ ഫണ്ടില്ല എന്ന കാരണമാണ് അധികൃതർ പരാതി പറയുന്നവരോട് വ്യക്തമാക്കുന്നത്. ഇത്തവണയും പ്രധാന റോഡിന്റെ നിലവാരത്തിനൊത്ത രീതിയിലല്ല വീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിടുക്കത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം ഫണ്ട് വിനിയോഗിക്കാൻ മാത്രമാണെന്ന് വ്യക്തം. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് പലയിടത്തും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമില്ല. ചിലയിടങ്ങളിൽ ഓവുചാലുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം പോലും ഇടാതെ ഭിത്തിയോട് ചേർത്താണ് ടാറിംഗ് നടത്തിയിരിക്കുന്നത്. ഈ കാരണത്താൽ തന്നെ അടുത്ത മഴക്കാലത്ത് റോഡ് തകരുവാനിടയാകും. ഇത് യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നതിനും കാരണമാകും. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വികസന പ്രവർത്തനം നടത്തേണ്ടതിന് പകരം അപകടം ക്ഷണിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വിലക്കുറവ് മൂലം കർഷകർ നട്ടം തിരിയുമ്പോൾ പച്ചക്കറി ഉൽപാദകർക്ക് മികച്ച വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ കർഷക ഓപ്പൺ മാർക്കറ്റ് ശ്രദ്ധേയമാകുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ നിരവധി കർഷകരാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിപണിയിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി മികച്ച വില നേടുന്നത്. കാർഷിക വിളകൾക്ക് ഉൽപാദനത്തിന് ആനുപാതികമായ വില ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കർഷകർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് തിരിയുമ്പോഴാണ് കട്ടപ്പനയിലെ ഈ കാർഷിക വിപണി കർഷകർക്ക് മെച്ചപ്പെട്ട വില നൽകിക്കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിലെ കർഷകർക്ക് പ്രയോജനം നൽകുന്നതാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഈ വിപണി. കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന കർഷക കൂട്ടായ്മകൾക്കാണ് വിപണിയുടെ പ്രവർത്തന ചുമതല. 400 അംഗങ്ങളാണ് നിലവിൽ ഈ കർഷക കൂട്ടായ്മയിലുള്ളത്. ഇവർക്ക് പുറമെ വിപണിയിൽ അംഗത്വമെടുക്കുന്ന കർഷകർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണി വഴി വിറ്റഴിക്കാൻ കഴിയും. ഞായർ, ബുധൻ ദിവസങ്ങളിൽ നടക്കുന്ന വിപണിയിൽ പ്രതിദിനം 4 ടണ്ണോളം പച്ചക്കറികൾ വിൽപ്പനയ്ക്കെത്താറുണ്ടെന്ന് വിപണിയുടെ പ്രസിഡന്റ് തോമസ് കുട്ടി ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. കാഞ്ചിയാർ, ഉപ്പതറ മുതൽ വണ്ടമ്മേട്, ചക്കോളം വരെയുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളാണ് ഈ വിപണിയിൽ എത്തുന്നതും ലേലത്തിന് നമ്മൾ വെച്ചു പോരുന്നതും. എല്ലാം തന്നെ നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷിക്കാർക്ക് വില അപ്പോൾ തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അന്ന് തന്നെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നാട്ടിൻപുറത്തുനിന്ന് മിക്കവാറും ഓർഡറുകൾ എത്തുന്നുണ്ട്. ഇഞ്ചി, അതുപോലെ ചേന, വാഴ, പച്ചക്കറികൾ എല്ലായിടത്തും തന്നെ ഓർഡറുകളുണ്ട്. സാധനങ്ങൾ വിറ്റുപിരിഞ്ഞ് പോകുന്നുമുണ്ട്. ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമുള്ള വ്യാപാരികൾ ഇവിടെ നിന്ന് പച്ചക്കറികൾ വാങ്ങാൻ എത്താറുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് ചങ്ങനാശ്ശേരി, പാല, തിരുവനന്തപുരം തുടങ്ങിയ ചന്തകളിലേക്കാണ് പ്രധാനമായും ഈ പച്ചക്കറികൾ കയറ്റിപ്പോകുന്നത്. പാവയ്ക്ക, പയർ, വാഴക്കുല, പടവലം, കത്രിക്ക, വഴുതന, ചേന, ചേമ്പ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങളും ലേലം വിളിച്ചാണ് വിൽക്കുക.
അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഉയർന്ന വില ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഇവിടെ സാധനം 7 പഞ്ചായത്തിലെ കൃഷിക്കാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചു കഴിയുമ്പോൾ ഇത് വിവിധ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ ഇവിടെ വന്ന് എല്ലാവരുടെയും പൊതുവായിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പൊതു ലേലം നടത്തി മാക്സിമം വില കൃഷിക്കാർക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വില കുറയുന്നു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ വ്യാപാരികൾക്ക് നൽകാതെ വിപണിക്ക് നേതൃത്വം നൽകുന്ന ക്ലസ്റ്റർ ഗ്രൂപ്പ് തന്നെ ആ ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് എടുക്കാറുമുണ്ട്. വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അന്ന് തന്നെ വില ലഭിക്കും എന്നതും കർഷകർക്ക് നേട്ടമാണ്. വിപണിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ജൈവ കൃഷിക്ക് ആവശ്യമായ കീടനാശിനികളും വളങ്ങളും കുറഞ്ഞ വിലയിൽ കർഷകർക്ക് ലഭ്യമാക്കാനും ക്ലസ്റ്റർ ഗ്രൂപ്പ് അവസരമൊരുക്കിയിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ കർഷകരുടെ മികച്ച പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞ കട്ടപ്പനയിലെ ഈ കാർഷിക വിപണിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ ക്യാമറാമാൻ വിഷ്ണു എസ് നായരുടെ ദൃശ്യങ്ങൾക്കൊപ്പം KM സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. ജനങ്ങളുടെ പ്രതികരണവുമായി ജനങ്ങൾക്കുമുണ്ട് പറയാൻ. കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിപണികൾ സജീവമാകുമ്പോഴും കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിപൂർണ പരിഹാരമാകുന്നില്ല. ഗവൺമെന്റിന്റെയും കൃഷിവകുപ്പിന്റെയും ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമായാൽ മാത്രമേ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭ്യമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. കട്ടപ്പന കർഷക മാർക്കറ്റിലെത്തിയ കർഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. കർഷക ഓപ്പൺ വിപണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റേഞ്ചിലെ കർഷകരുടെ ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ള നിലയ്ക്കുള്ള കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ സ്വസ്ഥമായൊരു മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു കടമയാണ് നമ്മുടെ കർഷക ഡിപ്പാർട്ട്മെന്റും നമ്മുടെ കർഷകരും കൂടെ ജോയിന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം ഒരു സൊസൈറ്റിക്ക് നമ്മൾ രൂപം നൽകാൻ നമ്മളെ പ്രേരിപ്പിച്ചൊരു ഘടകം. അതിനെല്ലാം ഡയറക്ഷൻ നൽകിക്കൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസർമാരിലും പ്രധാനമായി അതിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ജേക്കബ് ടി മാൻസാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ വളരെ സജീവമായ ഒരു നിർദ്ദേശവും ഡയറക്ഷൻ നമുക്ക് നൽകപ്പെടുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നു. നമുക്കൊന്ന് യഥേഷ്ടം എപ്പം വരാനും വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടാനും വരുന്നത് നല്ല സാധനം കിട്ടുന്നു. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. കൃഷിക്കാർ കൊണ്ടുപോകുന്നു. ഈ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് സാധനത്തിന് കേടൊന്നുമില്ല, മോശമൊന്നുമില്ല. നല്ല സാധനം ലഭ്യമാകുന്ന ഒരു വിപണിയാണ് കട്ടപ്പന. അത് വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇവിടെ 10,000 കിലോ പാവയ്ക്ക, 1000 കിലോ മുളി പയർ, മറ്റ് ഉൽപ്പന്നങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഞങ്ങൾ ഒരു വർഷത്തോളമായി ഇതിനെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി ഇപ്പോൾ ആയി. ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. നല്ല ഉൽപ്പാദനമുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്. പിന്നെ വളരെ കൃഷിഭവനിൽ നിന്നൊക്കെ വേണ്ട സഹകരണങ്ങളൊക്കെ ഉണ്ട്. അവരുടെ എല്ലാ സഹകരണത്തോടുകൂടിയാണ്. കൃഷിക്കാരായിട്ട് ഞങ്ങൾ കുറച്ച് 10 മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കുറേ ഉൽപ്പന്നങ്ങൾ വരാൻ മറ്റുള്ള ഈ പ്രദേശത്തുള്ള 7 പഞ്ചായത്തിൻ്റെ ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ഇവരെല്ലാം നല്ല സഹകരണമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഇനിയും മുന്നോട്ട് ഉയർന്നു വരണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപണിയിൽ ഇപ്പോൾ വില കുറവാണെങ്കിലും നമുക്കൊരു 30 രൂപ 35 രൂപ വില കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കർഷകർക്ക് മുതലാകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ വണ്ടുകേടും അതുപോലെ തന്നെ ഇപ്പോൾ മരുന്നടിക്കാതെയൊക്കെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചിലവുണ്ട്. അതായത് ജൈവവളം കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പിന്നെ വണ്ടുകേട്, വേരുകേട്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പം ഈ വിപണിയിൽ കാര്യമായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വില കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ സ്ഥലത്ത് 10,000-2000 വാഴകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാലിപ്പൂവിനുണ്ട്, റോബസ്റ്റയുണ്ട്, ഏത്തക്കൊലയുണ്ട്. പല രീതിയിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിളവെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ നല്ലൊരു വില പ്രതീക്ഷിച്ചാണ് ഈ വാഴകളെല്ലാം കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വിപണിയിൽ ഇപ്പോൾ വളരെ മോശമായ വിലയാണ്. അതായത് ഒരു കൃഷിക്കാരന് കിട്ടുന്നതിൽ ഏറ്റവും മോശമായ ഒരു വിലയാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ കൃഷി നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത്. പാരമ്പര്യ ചികിത്സകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടപെടണമെന്ന ആവശ്യവുമായി ഭാരതീയ പാരമ്പര്യ നാട്ടുചികിത്സാ സംഘം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാലാണ് വീണ്ടും നിവേദനവുമായി അദ്ദേഹത്തെ സമീപിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
ആധുനിക വൈദ്യശാസ്ത്രം പോലും കൈയൊഴിയുന്ന വിവിധ രോഗങ്ങൾ സുഖപ്പെടുത്താൻ നാട്ടുചികിത്സയ്ക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗതമായ ഈ ചികിത്സാ സമ്പ്രദായത്തെ സഹായിക്കുന്ന നിയമങ്ങളൊന്നും നിലവിലില്ലാത്തതിനാൽ പാരമ്പര്യ ചികിത്സയിലൂടെ ഉപജീവനം നടത്തുന്ന നാട്ടുവൈദ്യന്മാരുടെ നിലനിൽപ്പ് അപകടത്തിലായതായി ഭാരതീയ പാരമ്പര്യ നാട്ടുചികിത്സാ സംഘം ജനറൽ സെക്രട്ടറി PV ബാലകൃഷ്ണൻ വൈദ്യർ പറഞ്ഞു. താങ്കളുടെ 14/12/2014 അപേക്ഷ തുടർ നടപടികൾക്കായി നികുതി, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പാരമ്പര്യ വൈദ്യന്മാർക്ക് രജിസ്ട്രേഷൻ ഇളവ് അനുവദിക്കുന്ന വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ രജിസ്ട്രേഷൻ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കുവാൻ നിർവാഹമില്ല എന്ന വിവരം അറിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയൊരു മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുവാൻ നിർബന്ധിതരായി. അങ്ങനെ തയ്യാറാക്കിയ ഒരു നിവേദനമാണിത്. നാട്ടുചികിത്സയുടെ പ്രധാന ഔഷധങ്ങളായ അരിഷ്ടങ്ങൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഈ മേഖലയെ ദോഷകരമായി ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാരമ്പര്യ നാട്ടുചികിത്സകളുടെ പ്രാധാന്യം സർക്കാർ മനസ്സിലാക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇത് പരിഹരിക്കാൻ അടിയന്തര നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് നിവേദനത്തിലൂടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും PV ബാലകൃഷ്ണൻ വൈദ്യർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നാട്ടുചികിത്സാ സംഘം ഭാരവാഹികളായ CR ഷാജി വൈദ്യർ, G തങ്കപ്പൻ വൈദ്യർ, NK ശശിധരൻ, ജോൺ ഗോളിൻ, AK തുളസീധരൻ എന്നിവരും പങ്കെടുത്തു. 9ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്വാഗത സംഘം ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കുമളി കല്ലറക്കൽ ഗ്രൌണ്ടിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി KV ജോസഫാണ് നിർവഹിച്ചത്. മണ്ണാർത്തറ ഗാർഡൻസ് ഒരുക്കുന്ന ഏറ്റവും വലിയ പുഷ്പഫല സസ്യ പ്രദർശനമാണ് മേളയുടെ മുഖ്യ ആകർഷണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 70ൽ പരം വാണിജ്യ സ്റ്റാളുകളും നാടൻ ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന വിവിധ സ്റ്റാളുകളും മേളയിലുണ്ടാവും. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായി ത്രിതല പഞ്ചായത്തുകൾ പ്രാധാന്യം നൽകി നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ വ്യാപകമായ പ്രചരണം മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജലസംരക്ഷണം, നീർത്തട വികസനം, ചെറുകിട വനിതാ വ്യവസായ സംരംഭങ്ങൾ, ഊർജ്ജ സംരക്ഷണം, പച്ചക്കറി വികസനം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിപുലമായ സെമിനാറുകളും ഉണ്ടായിരിക്കും. ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് കാർഷികമായ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഓരോ വളം ചേർക്കുന്ന മുതൽ ചേർക്കുന്ന കീടനാശിനി പ്രയോഗം വരെ 60 ശാസ്ത്രീയമായി ഓരോ വർഷം ഉണ്ടാകുന്ന പുരോഗതി ഈ കാർഷിക മേളകളിലാണ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പുഷ്പമേളയിൽ ഇവിടെ നാട്ടുകാർക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഈ രംഗത്ത് സ്വന്തമായിട്ട് കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിന് വരും കാലങ്ങളിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള കുമളി ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെയും കുമളി ജനതയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കുമളി കല്ലറക്കൽ ഗ്രൌണ്ടിൽ ഏപ്രിൽ 4 ആരംഭിക്കുന്ന മേള ഏപ്രിൽ 16 സമാപിക്കും. ഇതിനു മുന്നോടിയായിട്ടാണ് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ക്ഷീരകർഷകരുടെ മനസ്സ് കീഴടക്കുവാൻ മലയാളിയുടെ തൊഴുത്തിൽ അതിഥിയായി എത്തി ഗുജറാത്തുകാരി ഗിറു പശു കുമളിയിൽ കുഞ്ഞിന് ജന്മം നൽകി. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിൻ അഴകോ മലപ്പൊഴിയും യതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മലപ്പൊഴിയും യതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. ഇപ്പോൾ കിട്ടിയ വാർത്ത
വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ക്ഷീരകർഷകരുടെ മനസ്സ് കീഴടക്കുവാൻ മലയാളിയുടെ തൊഴുത്തിൽ അതിഥിയായി എത്തിയ ഗുജറാത്തുകാരി ഗിറു പശു കുമളിയിൽ കുഞ്ഞിന് ജന്മം നൽകി. 30 വയസ്സുവരെ ഉൽപാദനശേഷിയുള്ള ഈ ഇനം പശുക്കളെ 2 മണിക്കൂർ കൂടുമ്പോൾ കറക്കാമെന്നതും അത്ഭുതാവഹമാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഗിറുവിന്റെ ജനനം നടക്കുന്നത്. പാലാ സ്വദേശിയായ ഒട്ടകത്തലമേട് അലോഷ്യസ് ജോർജിന്റെ വീട്ടിൽ അപൂർവ ഇനം ഗുജറാത്തി ഗീർ പശു പ്രസവിച്ചു. ജില്ലയിൽ ആദ്യമായാണ് ഗുജറാത്തിൽ നിന്നുമുള്ള ഗീർ പശു പ്രസവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അപൂർവങ്ങളായ കാസർഗോഡ് ടാർ പാർക്ക്, കാസർഗോഡ് കുള്ളൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട പശുക്കളും വിവിധ തരത്തിലുള്ള ആടുകളും സംരക്ഷിക്കപ്പെടുന്നു. ഈ ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥയാണ് ഇതിന് ഏറ്റവും അനുകൂലമാകുന്നത്. ഏത് തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതുങ്ങൾക്ക് തീറ്റി, പുല്ല്, ഉണക്ക പുല്ല് എത്തി കൊടുത്താലും ഇവർ കഴിച്ചോളും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ പശുവിന് പാല് ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിച്ച് നിർത്താൻ ശേഷിയുള്ള പാലാണ്. ഇതിൻ്റെ 1 ലിറ്റർ പാലിന് 150 രൂപ വില വരുന്നുണ്ട്. അത് തൈരാക്കിയാലും നമ്മൾ ഈ അലുവ കഷ്ണിക്കുന്ന പോലെ മുറിച്ചെടുക്കണം. ആ ഒരു രീതിയിലുള്ള പാലാണ്. അതിൻ്റെ ചാണകവും ആയുർവേദ മരുന്നുകൾക്ക് ഉപയോഗിക്കും. സാധാ പശുവിൻ്റെ ചാണകവും പോലെ അല്ല. പിന്നെ ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഇതിനെ കറന്നുകൊണ്ടിരിക്കണം. ഗുജറാത്തി പശു സാധാരണ ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലാണ് കാണപ്പെടുന്നത്. പശുവിന് ഏകദേശം 385 കിലോഗ്രാം തൂക്കവും ഇത് കാളയാണെങ്കിൽ 545 കിലോഗ്രാം തൂക്കവും ഉണ്ടായിരിക്കും. ഗുജറാത്തി ഗീർ പശുവിന്റെ പാലിന് 150 രൂപ ലിറ്ററിന് ലഭിക്കുകയും ഈ പശുക്കൾക്ക് 85,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലമതിക്കുന്നതുമാണ്. ഇത്തരം പശുക്കൾക്ക് തിളങ്ങുന്ന ചുവപ്പ് നിറത്തിലുള്ള പുള്ളികളും വെള്ള കുത്തുകളും കാണപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. ഉപജീവനത്തിനായി ഗതാഗതയോഗ്യമല്ലാത്ത വഴികളിലൂടെയും കാട്ടുവഴികളിലൂടെയും ഓട്ടോറിക്ഷകൾ ഓടിക്കുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഇനി ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അവികസിത ഗ്രാമമായ പെരുമ്പംകുത്ത് സ്വദേശിനി മിനി എന്ന വീട്ടമ്മയാണ് സാഹസികമായ ഡ്രൈവിംഗിലൂടെ ശ്രദ്ധേയയാകുന്നത്. ഗതാഗതയോഗ്യമല്ലാത്ത റോഡുകളിലൂടെയും കാട്ടുവഴികളിലൂടെയും മിനി ഓട്ടോറിക്ഷ ഓടിക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലേക്കും മിനിയുടെ ഓട്ടോറിക്ഷ പായുന്നുണ്ട്. ഗ്രാമീണർക്ക് പുറംനാടുകളിലേക്ക് പോകാൻ ബസ്സുകൾ എത്തുന്നിടം വരെ കൃത്യസമയത്ത് മിനിയുടെ ഓട്ടോറിക്ഷ ഓടിയെത്തണം. അമ്മയും മകനും ഉൾപ്പെട്ട കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നടത്താൻ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് മിനിക്ക് കഴിയുന്നുമുണ്ട്. ഹൈറേഞ്ചിലെ ദുർഘട റോഡുകളിലൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനാൽ ടൗണിലെ റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് ഈ വീട്ടമ്മയ്ക്ക് എളുപ്പമാണ്. 6 വർഷത്തിനിടയിൽ ഇടുക്കി ജില്ലയിൽ നിന്നും കോട്ടയത്തേക്കും എറണാകുളത്തേക്കും മിനിയുടെ ഓട്ടോറിക്ഷ സർവീസ് നടത്തിയിട്ടുണ്ട്. കയറ്റിറക്കങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തുന്ന മിനി തന്റെ തൊഴിലിൽ അഭിമാനം കൊള്ളുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മൾ വെളുപ്പിനെ ഓട്ടം വിളിച്ചാൽ ഓട്ടം പോകുന്നു. 6 മണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരും. പിന്നെ ഓട്ടം പോകാറില്ല. പിന്നെ മെഡിക്കൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടം പോകും.
മിനിയുടെ കൃഷ്ണയിൽ കയറുന്ന ഗ്രാമവാസികളും ശുഭയാത്രയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് വിറ്റഴിക്കുന്ന മൊബൈൽ ഫോണുകളുടെ വില ഉയരുവാൻ സാധ്യത. ബജറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെയും മറ്റ് ഗാഡ്ജറ്റുകളുടെയും എക്സൈസ് തീരുവ കൂട്ടിക്കഴിഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് വിറ്റഴിക്കുന്ന മൊബൈൽ ഫോണുകളുടെ വില ഉയരുക. ബജറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെയും മറ്റ് ഗാഡ്ജറ്റുകളുടെയും എക്സൈസ് തീരുവ കൂട്ടിയതിനെ തുടർന്നാണ് വില ഉയരുന്നത്. 6 മുതൽ 12.5% വരെയായിരിക്കും വർധന. മാർച്ച് 1 മുതൽ പല കമ്പനികളും ഫോണിന് വില കൂട്ടിയിരുന്നു. ഇതേസമയം ഇന്ത്യൻ നിർമ്മിത ഫോണുകൾക്ക് വില കൂടില്ല. സാംസങ് അടക്കമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ കൂടുതലും ഇറക്കുമതി ചെയ്ത ഫോണുകളാണ് ഇന്ത്യയിൽ വിറ്റഴിക്കുന്നത്. ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ കണക്കുകൾ പ്രകാരം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കാലയളവിൽ 6.4 കോടി ഫോണുകളാണ് വിവിധ കമ്പനികൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പിന്തുണയ്ക്കുവാനാണ് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളുടെ തീരുവ കേന്ദ്ര സർക്കാർ കൂട്ടിയിരിക്കുന്നത്. എന്നാൽ വില കൂടുന്നത് ഫോണിന്റെ ഇറക്കുമതിയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ഇറക്കുമതി ഈ വർഷം 2.8% വർദ്ധിക്കുമെന്നാണ് പ്രമുഖ IT ഗവേഷക സ്ഥാപനമായ ഗാർട്ട്നർ പറയുന്നത്. എന്നാൽ പേഴ്സണൽ കമ്പ്യൂട്ടർ വിൽപ്പനയിൽ ഇടിവുണ്ടാകുവാനും സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ഫാബ്ലറ്റ് എന്നിവ കൈകാര്യം ചെയ്യുവാനും കൊണ്ടുനടക്കുവാനും കൂടുതൽ സൌകര്യമാണ് എന്നതാണ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മാർക്കറ്റ് ഇടിയുവാൻ കാരണം. കിഴക്കൻ കേരളത്തിലെ പ്രധാന നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ 40-ാം വെള്ളി ആചരണം നാളെ നടക്കും. 25,000-ലധികം വിശ്വാസികൾ ഇത്തവണ കുരിശിന്റെ വഴിയെ പ്രാർത്ഥനയോടെ മല കയറുമെന്നാണ് പ്രതീക്ഷ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപമാണ് മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 50 നോമ്പിന്റെ തുടക്കം മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പുലർച്ചെ മുതൽ വിശ്വാസികൾ ഇവിടെ മല കയറും. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും മലകയറ്റമുണ്ട്. 40-ാം വെള്ളി ദിനത്തിൽ കുരിശുമല കയറുന്ന വിശ്വാസികൾക്ക് എല്ലാവിധ സൌകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. 20ഓളം ബസ്സുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എഴുകുംവയലിലേക്ക് ഈ ദിവസം സർവീസ് നടത്തും. രാവിലെ 9:30 മലയടിവാരത്തുള്ള കപ്പേളയിൽ നിന്നും മലമുകളിലേക്ക് നടക്കുന്ന പരിഹാര പ്രദക്ഷിണത്തിന് മൂവാറ്റുപുഴ ടൌൺ പള്ളി വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ നേതൃത്വം നൽകും. വൈകുന്നേരം 4:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫിലിപ്പ് മണിമലക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും. മലമുകളിലെത്തുന്നവർക്ക് കുടിവെള്ളവും ഉച്ചയ്ക്ക് ഭക്ഷണവും സൌജന്യമായി ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കി രൂപത സ്നേഹോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഇടുക്കി രൂപതയിലെ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന സ്നേഹോത്സവം 2015 പണിക്കൻകുടി സെന്റ് ജോൺസ് മരിയ വിയാനി പള്ളിയിലാണ് നടക്കുന്നത്. ഇടുക്കി രൂപതയിലെ 33 വൈദിക വിദ്യാർത്ഥികളാണ് സ്നേഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇവർ പണിക്കൻകുടി ഇടവകയിലെ വീടുകളിൽ സന്ദർശനം നടത്തി. സ്നേഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന വചന പ്രഘോഷണത്തിന് ഫാദർ ജെയിംസ് മംഗലശ്ശേരി, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോസ് നരിതൂക്കിൽ, ഫാദർ കുര്യാക്കോസ് ആറക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ആരാധന, കുംഭസാരം എന്നിവ നടക്കും. 4:15 ഇടുക്കി രൂപതാ മെത്രാൻ മാർ മാത്യു അനിക്കുഴിക്കാട്ടിൽ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സമാപന സന്ദേശം നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 19,960 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,495 രൂപ വില രേഖപ്പെടുത്തുന്നു. വെള്ളി ഗ്രാമിന് 41 രൂപ 50 പൈസയാണ് വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകളിലേക്ക്. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 700-ഉം കുറഞ്ഞ വില 650-ഉമാണ്. കുരുമുളക് 550, കാപ്പി 118, റബ്ബർ 102, ഗ്രാമ്പു 810 എന്നിങ്ങനെയാണ് നിലവാരം. കൊക്കോ കിലോഗ്രാമിന് 52-ഉം ജാതി 280-ഉം വില രേഖപ്പെടുത്തുന്നു. ജാതിപത്രി കൂടിയ വില 1000-ഉം കുറഞ്ഞ വില 750-ഉമാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തേക്കടി പെരിയാർ ടൈഗർ റിസർവിന്റെ ആനവച്ചാൽ മേഖലയിൽ നടക്കുന്ന സർവേ ജോലികൾ വിലയിരുത്തുന്നതിനായി ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച 2-അംഗ സമിതി 28-ന് തേക്കടിയിലെത്തും. മുല്ലപ്പെരിയാർ പാട്ടഭൂമിയിൽ ഉൾപ്പെട്ട സ്ഥലത്താണോ പാർക്കിംഗ് ഗ്രൌണ്ടിനായുള്ള ഗ്രൌണ്ട് നിർമ്മിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനായാണ് സർവേ. ഗ്രാമീണതയിൽ നിന്നും നഗരവൽക്കരണത്തിലേക്ക് ചുവടുമാറ്റുന്ന കട്ടപ്പന പഞ്ചായത്തിന്റെ ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിലാണ് 2015-2016 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു. ഭവന സ്റ്റേഡിയ നിർമ്മാണ പദ്ധതികൾക്കും നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു.
മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം ടൗണിന് സമീപം റോഡിൽ നിൽക്കുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ അപകടക്കെണിയൊരുക്കുന്നു. റോഡിന് വീതി വർദ്ധിച്ചപ്പോൾ റോഡിലുണ്ടായ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത്. വിലക്കുറവ് മൂലം കർഷകർ നട്ടം തിരിയുമ്പോൾ പച്ചക്കറി ഉൽപാദകർക്ക് മികച്ച വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കട്ടപ്പനയിലെ കർഷക ഓപ്പൺ മാർക്കറ്റ് ശ്രദ്ധേയമാകുന്നു. ക്ഷീരകർഷകരുടെ മനസ്സ് കീഴടക്കുവാൻ മലയാളികളുടെ തൊഴുത്തിൽ അതിഥിയായി എത്തിയ ഗുജറാത്തുകാരി യുറു പശു കുമളിയിൽ കുഞ്ഞിന് ജന്മം നൽകി. 30 വയസ്സുവരെ ഉൽപാദനശേഷിയുള്ള ഈ ഇനം പശുക്കളെ 2 മണിക്കൂർ കൂടുമ്പോൾ കറക്കാമെന്നതും അത്ഭുതാവഹമാണ്. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൽ സൊസൈറ്റിയും മണ്ണാർത്തലി ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ എല്ലാരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തതയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിൻ അഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന.